പിന്നെ വേഷങ്ങളിൽ വളരെ ഏറ്റവും കൂടുതൽ വേഷവിധാനത്തിൽ തിളങ്ങി നിൽക്കുന്ന ഒരു കലയാണ് തെയ്യം. തെയ്യം കാണാൻ ഭയങ്കര മനോഹരമാണ്. അത്രയ്ക്ക് മനോഹാരിത നമ്മളെ തിറയാട്ടങ്ങൾക്കില്ല. പക്ഷേ ഇപ്പോൾ തെയ്യത്തിൻ്റെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് എല്ലാവരും. അത്യാവശ്യം വേഷവിധാനങ്ങളിൽ ഭക്തന്മാർക്ക് കാണാനുള്ളൊരു കാര്യങ്ങൾ കൂടുതൽ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ തെയ്യത്തിൻ്റെ കുറേ വേഷവിധാനങ്ങൾ ഇപ്പം നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. പോതി തെയ്യത്തോട് സാമ്യമുള്ള ചില ഭഗവതി തിറകളെ താങ്കൾ തന്നെ കെട്ടി കണ്ടിട്ടുണ്ട്. അതെങ്ങനെയാണ് അത്? ഈ പോതി തെയ്യത്തോട് സാദൃശ്യമുള്ള തെയ്യങ്ങളൊക്കെ ഞാൻ ജനിക്കുന്നതിന് മുന്നേ ഉണ്ട് ഇവിടെ. വസൂരിമാല തെയ്യങ്ങൾ, മലയ സമുദായം കെട്ടിയാടുന്ന വസൂരിമാല തെയ്യങ്ങളൊക്കെ പണ്ടേ ഉള്ളതാണ്. പക്ഷെ അന്നൊന്നും ആരും ഈ കാര്യത്തിലേക്ക് ശ്രദ്ധ പതിപ്പിച്ചില്ല. പിന്നെ കൂടുതലായിട്ടും ചമയങ്ങൾക്ക് കൂടുതൽ പൈസ ഇറക്കാനോ അല്ലെങ്കിൽ കൂടുതൽ അതിന് യത്നിക്കാനോ പണ്ടുള്ളവർ ശ്രമിച്ചിട്ടില്ലായിരുന്നു. ഉള്ളത് കൊണ്ട് കെട്ടിയാടുക. പക്ഷെ ഇപ്പം അതല്ല, കഥ മാറി. പണ്ടത്തെ ആ വേഷത്തെ അത് മാറ്റങ്ങൾ വരുത്താതെ കണ്ട് അതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും. പണ്ടൊക്കെ ഓടിൻ്റെ സാധനങ്ങളൊക്കെ ഇപ്പോൾ വെള്ളിയായി, വെള്ളിയുടെ ചമയങ്ങളായി. അത് കൂടുതലും തെയ്യത്തിലായിരുന്നു വെള്ളിയുടെ ചമയങ്ങൾ. അപ്പോൾ ആ ഓടിൻ്റെ സാധനങ്ങളൊക്കെ മാറി ഇപ്പം വെള്ളിയുടെ ചമയങ്ങൾ വന്നു. അപ്പോൾ സൗന്ദര്യം വർദ്ധിച്ചു. പോതി തെയ്യങ്ങൾ ഇങ്ങോട്ട് ഇല്ല എന്നാണ് നമുക്ക് പറയാം. ഈ പോതി എന്ന് വെച്ചാൽ ഭഗവതി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അവർ പോതി എന്ന് പറയുന്നത് ഭഗവതിയാണ്, നമ്മുടെ ഭഗവതിയാണ്. അപ്പോൾ ഭഗവതിക്ക് നമ്മൾ കൂടുതൽ ഒരിത് കൊടുത്തിട്ടില്ല. അപ്പോൾ പോതിയുടെ ചടങ്ങ് വേറെയാണ്, നമ്മുടെ ഭഗവതി വേറെ ചടങ്ങാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ ആ ഒരു വ്യത്യാസം അതിലും ഉണ്ടാവും ഇതിലും ഉണ്ടാവും.